പാഠം 933 പേരുദോഷങ്ങൾ വരുന്ന വഴി. ഭാര്യയ്ക്ക് അന്യപുരുഷനുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. ഭാര്യയുടെ പെരുമാറ്റങ്ങളിൽ സംശയം തോന്നിയ ഭർത്താവ് ഏതാനും ദിവസങ്ങളിലായി ഭാര്യയെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. തന്റെ സംശയങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസിന് കീഴടങ്ങി. എന്താ മോനട്ടാ അത്? എന്തോ കേസിന് കാര്യമാണല്ലോ. ഇവിടെയൊന്നും അല്ല. നിനക്ക് ആ കേസ് കിട്ടാനും പോകുന്നില്ല. എന്നാ പിന്നെ അത് നോക്കട്ടെ. കാട്ടി കഷ്ടം. ഇങ്ങനെ സംശയരോഗികളായിട്ട് കുറെ മനുഷ്യർ. അത്തരക്കാർക്ക് കല്യാണം കഴിക്കാണ്ടിരുന്നുണ്ടേ. ഒരു കല്യാണം കഴിച്ചു പോയെന്ന് കരുതി ഭാര്യ വേറെ ആരെയും കാണാനും സംസാരിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? നീ ആ സ്ത്രീയുടെ പക്ഷം പിടിക്കുകയാണോ? ആമേ, വിവാഹം എന്നത് വളരെ പവിത്രമായൊരു ബന്ധമാണ്. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും അങ്ങേയറ്റം വിശ്വാസം പുലർത്തണം. എന്താണ് സാർ ഈ വിശ്വസ്തത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിച്ച പിന്നെ വേറെ ആരോട് സംസാരിക്കാൻ പാടില്ല, വേറെ ആരെയും കാണാൻ പാടില്ല എന്നൊക്കെയാണോ? ഇത് നടക്കുന്ന കാര്യമില്ല എന്റെ മോനട്ടാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കാം. എന്റെ കക്ഷികളെ മിക്കവാറും ആൾക്കാര് ആണുങ്ങളാ. മോഹനേട്ടനല്ലാതെ വേറെ ആരോടും ഞാൻ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്റെ കേസ് എങ്ങനെ നോക്കും? മിണ്ടരുത് എന്നല്ലല്ലോ പറഞ്ഞത്. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. സത്യപാലിന്റെ ഒരകന്ന ബന്ധു. അയാള് നല്ലൊരു മനുഷ്യനാ. കല്യാണം കഴിഞ്ഞപ്പോ മുതല് ഭാര്യയ്ക്ക് അയാളെ ഭയങ്കര സംശയം. അയാൾ ഒരു സ്ത്രീയോട് മിണ്ടാൻ പാടില്ല, ആരെയും നോക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു വിലക്ക്. അയാളാണെങ്കിലോ പരിചയക്കാരായ സ്ത്രീകളെ കാണുമ്പോഴെല്ലാം ഭയങ്കര അടുപ്പം കാണിക്കുകയും ചെയ്യും. സംശയം മൂത്ത ഭാര്യ ഒടുവിൽ അയാളെ ചോറിൽ വിഷം നൽകി കൊടുത്തു കൊന്നു. മറ്റ് സ്ത്രീകളോട് അങ്ങനെ ഇടപെടേണ്ട കാര്യം അയാൾക്കില്ലായിരുന്നല്ലോ. പ്രത്യേകിച്ചും ഭാര്യ അതിൽ എതിരു പറഞ്ഞ സ്ഥിതിക്ക്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയോട് ആവശ്യമില്ലാതെ അടുപ്പം കാണിച്ചായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? മോഹനയുടെ പെണ്ണുങ്ങളോടൊന്നല്ലോ ആണുങ്ങളോട് അടുപ്പം കാണിക്കാറില്ലല്ലോ. ഇവിടെ നിന്നിറങ്ങിയാൽ ആപ്പീസ്, ആപ്പീസിൽ നിന്നിറങ്ങിയാൽ ഇവിടെ. അത്രയല്ലോട് മോനോട്ടുണ്ടല്ലോ. അത്രയും ആയതുകൊണ്ട് നിനക്ക് നന്മയിലുണ്ടായിട്ടുള്ളൂ. ഏതെങ്കിലും ഒരാണ് ആവശ്യത്തിൽ കൂടുതൽ ഒരു പെണ്ണിനോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ശരിയല്ല എന്നുള്ളത് ഉറപ്പാ. പോയാ ഫോൺ എടുക്ക. ഹലോ, മോഹനേഷ് സാറിന്റെ വീടല്ലേ? അതെ. സാറിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ആ, ഒരു സെക്കൻഡേ, ഞാൻ കൊടുക്കാം. മോനേട്ടാ, മോനേട്ടാ. മോഹനേട്ടന്റെ ഫോൺ എടുക്ക. ഞാൻ ചോദിച്ചില്ല, ഒരു സ്ത്രീയാ. സ്ത്രീയോ? ഡോക്ടറാണോ? ഹലോ സാറേ, ഞാൻ നളിനിയാ. എന്താ? എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഇന്നലെ വീട്ടിൽ വന്ന് കയറിയപ്പോ മുതൽ ദിവാകരേട്ടൻ എന്നെ വിളിക്കാത്ത ചീത്തയില്ല. അവസാനം എന്നെ തല്ലുക വരെ ചെയ്തു. ഇതൊക്കെ പോലീസ് സ്റ്റേഷനല്ലേ പറയേണ്ടത്? ഞാൻ ഒരു വിലാപിച്ചറാ. പക്ഷേ എന്റെ അവസ്ഥ സാറിനല്ലേ മനസ്സിലാവും. ഞാനും സാറും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെയാ ദിവാകരേട്ടൻ പറയുന്നത്. എനിക്ക് ഈ ജീവിതം മടുത്തു സാറേ. എന്തായാലും ഒരു കാര്യം ചെയ്യൂ. ഞാൻ ഒന്ന് ആലോചന എന്താ വേണമെന്ന് പറയാം. സാറേ, ഞാൻ അങ്ങോട്ട് വന്ന സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഉമ്മായി ഒട്ടും സമയമല്ല നീ. അതിനെ ഉച്ചയാകുമ്പോ വില്ലേജ് വിളിച്ചാൽ മതി. അപ്പൊ ഞാനൊരു തീരുമാനം പറയാം.
പിന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. ആ, ആരായിരുന്നു മോനട്ടാ? ആ നളിനി, നാലാക്ഷന്റെ ഭാര്യ സുമതി. എന്താ കാര്യം? അല്ല, പോലീസ് സ്റ്റേഷൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതെ അതെ, ഒരു അതിർത്തി തർക്കം. നാലാക്ഷൻ ഗോവിന്ദൻ കൂട്ടി. ഏത് അതിർത്തിയിൽ തർക്കമാ? സാറേ, ആ നീ എന്താ കാര്യം എനിക്ക് ഫോൺ ചെയ്യണം. സാറേ എന്നല്ലേ ഉത്തമം വിളിച്ചത്? ആയിക്കോട്ടെ, എന്താ കാര്യം നീ ചോദിക്കുമ്പോഴേക്കും ഞാൻ വരാം. എനിക്ക് അത്യാവശ്യം ഫോൺ ചെയ്യണം. ചെല്ല്. ഈശ്വര, നാളിനൊരു കുരിശാവല്ലോ. നമസ്കാരം സാറേ. അല്ല, നമസ്കാരം വക്കീലെ. സാറ് എവിടെ പോയി? ഉണ്ട്, ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. എന്താ ഉത്തമ രാവിലെ? എന്താ? അല്ല, നമ്മുടെ ഈ പുത്തമ്പുരയിലെ ദിവാരനെ. അതങ്ങനെ ഒന്നും ഇല്ല. ദിവാകരന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം സാറിന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ടാ. എന്ത് സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ 1, 2, 5, 6 ഉണ്ടല്ലോ, വരുമാന സർട്ടിഫിക്കറ്റ്. വരുമാന സർട്ടിഫിക്കറ്റാ? ഒരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം. നമസ്കാരം ഉണ്ട് സാറേ. പിന്നെ ഞാൻ സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ കാര്യം? അല്ല, അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അത് സാറുമായിട്ടൊന്ന് വിശദമായിട്ട് സംസാരിച്ചാൽ മാത്രമേ കാര്യത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാവൂ. എന്റെ ഓഫീസായിരുന്നെങ്കിൽ ഉത്തമനോട് സംസാരിക്കുക തന്നെ തീരുമാനം എടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഉത്തമൻ വന്നത് എന്തിനാണെന്ന് മാത്രം പറയൂ. അല്ല, അത് പിന്നെ ഇത് ഒരു ഗ്ലാസ് വെള്ളം തരൂ. അയ്യോ, എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര ചുമയും ഭയങ്കര ദാഹവും. വെള്ളം കുടിച്ചാൽ ശരിയാവൂ? എന്താണ് ഈ നേരത്ത് ഇങ്ങനെ ദാഹം? എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു വെപ്രാളവും പ്രയാസവും. എന്തോ തൊണ്ടയിരിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം തരുമോ? പോയാ സാറേ, ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അത് വക്കീൽ കേട്ടോ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച വക്കീലിന്റെ അടുത്ത് വെള്ളം എടുത്തോണ്ടിരാ പറഞ്ഞ. എന്താ കാര്യം പറയാ? ഞാൻ നമ്മുടെ ആ പുത്തമ്പുരയിലെ ദിവാരനെ കണ്ടു. സാറേ, എന്താണ് അവനുമായിട്ടുള്ള പ്രശ്നം? ദിവാരെന്താ പറഞ്ഞ? പറഞ്ഞൊന്നും പുറത്ത് പറയാൻ കൊള്ളൂല. സാറും ദിവാറിന്റെ ഭാര്യ നളിനിയും തമ്മിൽ ലോഹ്യത്തിലാണെന്നാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത്. ഇന്നലെ അവൻ നിങ്ങളെ രണ്ടുപേരെ കയ്യോടെ പിടിച്ചു എന്ന് പറഞ്ഞു. അല്ലേ, എന്താണ് സാർ സംഭവിച്ചത്? ഒന്നും പറഞ്ഞിട്ടുമാ. ഞാൻ ഇന്നലെ വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വഴിയിൽ വെച്ച് നളിനിയെ കണ്ടു. എനിക്ക് ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ വയ്യ സാർ. എന്നും വീട്ടിൽ വഴക്ക. കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയ സംശയ സാറേ. എനിക്കൊരു കാമുകനുണ്ട്, അവനെ കാണാൻ ആ വീട്ടിൽ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞ വഴക്ക്. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനെന്ത് ചെയ്യാനാ? വേറെ ആരോടാ സാറേ ഞാൻ പറയുക? ഒരൊറ്റ ആളെ ദിവാകരൻ ചേട്ടന് ബഹുമാനമില്ല. ആകെപ്പാടെ നല്ലത് പറഞ്ഞു കേട്ടിട്ടുള്ളത് സാറിനെ പറ്റിയാ. സാറൊന്ന് ഉപദേശിച്ചാ മാറ്റം വരും. എനിക്ക് വേറെ ആരും ഇല്ലാത്തോണ്ടാ സാറിനോട് ഞാനിതൊക്കെ പറയുന്നത്. സാറെന്നെ സഹായിക്കണം. വിഷമിക്കണ്ട, ഞാൻ ദിവാകരനൊന്ന് കാണട്ടെ, എല്ലാം ശരിയാവും. അപ്പൊ മോഹനേട്ടൻ സാറുമായിട്ടാണ് നിന്റെ ഇടപാടല്ലേ? നോക്കൂ ദിവാകരൻ. നോക്കി, കണ്ടു, മനസ്സിലായി. സാർ ഇനി ഒന്നും പറയണ്ട. ഇവക്കൊരു രഹസ്യ കാമുകരുണ്ടെന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറെ നാളായി ഇവളുടെ പിന്നാലെ നടക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ ആളെ പിടിക്കേണ്ടത്. ദിവാകരൻ ചേട്ടാ, അനാവശ്യം പറയല്ലോ കേട്ടോ. നീ ചെയ്യണല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാലും സാറാണ് കൊള്ളാമല്ലോ. പകൽമാനായിട്ടങ്ങ് നടക്കുവല്ലേ? നോക്കിക്കേ സാറേ, ഇക്കാര്യം നാട്ടുകാരുടെ മുഴുവൻ ഞാൻ പറയും. സാറിന്റെ സ്വഭാവം നാട്ടുകാരൻ അറിയട്ടെ. അപ്പൊ അതാണ് കാര്യം. സാറേ, ദിവാരൻ എന്തായിരുന്നു രണ്ടും കൽപ്പിച്ചാണ്. അവൻ ഇവിടെ വന്ന് വക്കീലിനോട് കാര്യം പറയാനാണ് പരിപാടി. ഞാനിപ്പോ അവന് വഴിയിൽ വെച്ച് കണ്ടു. സാർ രാവിലെ ആഫീസിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അലമ്പുണ്ടാക്കുമെന്നാണ് അവൻ പറഞ്ഞത്. ദിവാകരൻ ഇങ്ങോട്ട് വന്ന സംഗതി നാണക്കേട് ഉത്തമ. ഇനിയിപ്പോ എന്താ ചെയ്യുക?
എന്തെങ്കിലും ചെയ്തേ പറ്റൂ സാറേ. ആളവനായതുകൊണ്ട് എന്താണ് പറയാനെന്നൊന്നും പറയാൻ പറ്റൂല സാറേ. മാത്രമല്ല, ഒരു സ്ത്രീയുടെ സ്വന്തം ഭർത്താവ് വന്ന് അവളെ പറ്റി കുറ്റം പറയുമ്പോഴേ ആരായിരുന്നാലും വിശ്വസിച്ചു പോലേ. പ്രശ്നം വേറെയുണ്ട്. നളിനി കുറച്ചും ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ഒരു ആപ്പീസ് കാര്യമാണെന്നാണ് ഞാൻ ഭാമയോട് പറഞ്ഞത്. ഇനിയിപ്പോ ദിവാകരൻ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഭാമ കരുതില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറ് കൂടുതൽ പേടിക്കണം. ഈ സംഭവം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. പക്ഷേ ഈ നളിനി എന്താ ഉത്തമ ഒരു രഹസ്യ ചർച്ച? എനിക്കല്ല. ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ദിവാറിന്റെ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പിന്തുടർന്ന സർട്ടിഫിക്കറ്റാ? ആദ്യം ഉത്തമ പറഞ്ഞത് വരുമാന സർട്ടിഫിക്കറ്റ് കാര്യമല്ലേ? വരുമാന സർട്ടിഫിക്കറ്റോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് തന്നെ പറഞ്ഞേ. വക്കീല് കേട്ടതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുന്ന ദിവാറിന് എന്തൊന്ന് വരുമാന സർട്ടിഫിക്കറ്റ്? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഓ ശരി, കാണാം. ദാഹം കൊണ്ട് മറന്നുപോയി. പിന്നെ സാറേ എന്തെങ്കിലും ചെയ്തോ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഓ ശരി ശരി. എന്തെങ്കിലും ക്ലാസ് പറഞ്ഞിട്ട് പോയത് എന്തെങ്കിലും ചെയ്താലും പ്രശ്നമാവുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ദിവാകരന്റെ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അത് കിട്ടിയില്ലെങ്കിൽ ദിവാകരൻ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് തോന്നുന്നത്. ഓ അങ്ങനെ എങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യും മോനട്ടാ. പാവല്ല ദിവാകരൻ, അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായമാവട്ടെ. പാവം ദിവാകരൻ. ഈ ദിവാകരനെ എങ്ങനെ ഒഴിവാക്കും? നീ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഞാൻ എടുത്തരാം. എന്ത് കാര്യം? പാവം ദിവാകരൻ പറഞ്ഞതാ? അതല്ല, ഈ ദിവാകരൻ അങ്ങനെ അത്ര പാവൊന്നുമല്ല. ഒരു ജോലി ചെയ്യാതെ വെറുതെ തെക്കോടെ കിടക്കല്ലേ. പിന്നെന്താ കാര്യം മോനട്ടാ? അല്ല, ഈ പത്രം വായിച്ചോണ്ടിരുന്നപ്പോ നീ പറഞ്ഞില്ലേ, കല്യാണം കഴിച്ചെന്ന് കരുതി വേറെ ആരോടും അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന്. നീ ആ പറഞ്ഞ കാര്യമുണ്ട്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഞാനും നീയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പോഴും നമ്മൾ വലിയ സ്നേഹമല്ലേ? നീ ഏതെങ്കിലും കക്ഷിയോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ അതിനെതിര് പറയുന്നത് ശരിയാണോ? വക്കീലാകുമ്പോ കക്ഷിയോട് സംസാരിക്കേണ്ടി വരില്ലേ? അതുപോലെ തന്നെയാണ് എന്റെ കാര്യം. ഈ ആഫീസിലുള്ള സ്വയംപ്രഭയോടും കാഞ്ചിനോടും എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വില്ലേജ് ഓഫീസിൽ ഓരോ ആവശ്യങ്ങൾക്കായി വരുന്ന എത്രയോ സ്ത്രീകൾ, അവരോടൊക്കെ സംസാരിക്കേണ്ടി വരില്ലേ? അതിലൊന്നും ഒരു തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അതിലൊക്കെ ആരാ മോനട്ടാ തെറ്റ് പറയണേ? വില്ലേജ് ഓഫീസ് പോലത്തെ ഒരു ഓഫീസ് കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കീഴുദ്യോഗസ്ഥരോട് സംസാരിച്ചല്ലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓഫീസ് കാര്യങ്ങൾ കൈവരുന്ന സ്ത്രീകളുടെ കാര്യവും അവരോട് സംസാരിക്കാതെ എങ്ങനെ കാര്യങ്ങൾ നടത്തുക? പിന്നെ ബന്ധുക്കള്, പരിചയക്കാര്, അതിലൊക്കെ സ്ത്രീകൾ ഉണ്ടാവില്ലേ? അവരോട് സംസാരിക്കണം. സംസാരിക്കാതിരിക്കുന്നതാണ് മോശം. ഈ പറഞ്ഞ സ്ത്രീകളോടല്ലാതെ വേറൊരാളോട് മോഹനേട്ട സംസാരിക്കാൻ പോയിട്ട് അവരുടെ മുഖത്ത് നോക്ക് പോലില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ? അത് ശരിയാ. പക്ഷേ ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത്ര അടുപ്പമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കേണ്ടി വരില്ലേ? കാര്യമാണെങ്കില് എന്റെ മോഹനേട്ടാ, അങ്ങനെയൊന്നും അല്ലാത്ത കാര്യങ്ങള് രഹസ്യമായിട്ട് ഏതേലും ഒരു പെണ്ണിനോട് മോഹനേട്ട സംസാരിക്കുകയാണെങ്കിൽ അല്ലേ ഞാൻ സംശയിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ എന്റെ മോഹനേട്ട ചെയ്യൂലെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ? നമ്മൾ മനുഷ്യർ സാമൂഹ്യ ജീവികളാണല്ലോ. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടി വരുമല്ലോ. അങ്ങനെ വരുമ്പോ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടേണ്ട ജോലി നമ്മളെ പോലുള്ളവരുടെ അല്ലല്ലോ മോനേട്ടാ. അതിന് സാമൂഹ്യ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. പിന്നെന്താ പ്രശ്നം? എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് പോവുമല്ലോ. അങ്ങനെ ഇടപെടുമ്പോ ഈ നാട്ടുകാർക്ക് നമ്മുടെ ന്യായം മനസ്സിലായില്ലെങ്കിലും വീട്ടിലുള്ളവർക്ക് അത് മനസ്സിലാണല്ലോ. എന്തൊക്കെയാ പറയുന്നേ? അതായത് നിനക്ക് അധികം പരിചയമില്ലാത്ത ഒരാൾ
വഴിയിൽ വെച്ച് നിന്നോട് സംസാരിക്കാൻ വന്നു എന്ന് കരുതുക. അയാളുടെ കുടുംബ പ്രശ്നത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും കരുതുക. മോഹനേട്ടൻ എന്തൊക്കെയാ പറയണേ? എന്ത്? എന്നോട് അധികം പരിചയമില്ലാത്ത ഒരാള് അയാളുടെ കുടുംബ പ്രശ്നങ്ങളെ പറ്റി എന്നോട് എന്തിനാ സംസാരിക്കുക? അങ്ങനെ ഉണ്ടാവുകയില്ല. ഒരാൾ എന്നോട് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അയാളുമായിട്ട് എനിക്ക് നല്ല അടുപ്പുണ്ടാവുന്നുള്ള ഒരു ഉറപ്പല്ലേ? അല്ല, എപ്പോഴും അങ്ങനെ വേണമെന്നില്ലല്ലോ. അയ്യോ, വേണമെന്ന്. മോഹനേട്ടൻ രാവിലെ ആഫീസിലേക്ക് പോകുമ്പോ ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് അവരുടെ കുടുംബ പ്രശ്നം മോഹനേട്ടൻ്റെ അടുത്ത് പറയൂ? പറഞ്ഞില്ല. പറയൂല. അങ്ങനെ പറയണമെങ്കിൽ ആ സ്ത്രീക്ക് മോഹനേട്ടനുമായിട്ട് അത്ര അടുപ്പുണ്ടാവണം. മോഹനേട്ടനെ അത്രയ്ക്കും വിശ്വാസവും ഉണ്ടാവണം. മോഹനേട്ടന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ തക്ക സ്വാതന്ത്ര്യവും ഉണ്ടാവണം. എന്തായാലും മോഹനേട്ടന്റെ അടുത്ത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് പോലും ഇല്ലാത്തതുകൊണ്ട് വേറൊരു പെണ്ണിനും അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എനിക്കൊന്നും പേടിക്കാനേ ഇല്ല. ഈശ്വര, ദിവാകരൻ ഇവളോട് വല്ലതും പറഞ്ഞ പിന്നെ എന്താ ചെയ്യുക? ദിവാകര, ഈശ്വരൻ വരുന്നു. അല്ല, ഈശ്വര, ദിവാകരൻ വരുന്നു. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒന്നാണ് ബുദ്ധി. അങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് പോവാം. അയ്യോ, മോഹനേട്ട ആരോ വന്നിരിക്കുന്നു. ഇവളെന്നെ കൊലക്ക് കൊടുത്ത് തുടങ്ങും. ദിവാരി ചേട്ടനായിരുന്നോ? ഓ, പിന്തുടർച്ച സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് വന്നായിരിക്കും അല്ലേ? അത് പെട്ടെന്ന് ശരിയാക്കാന്ന് മോഹനേട്ടൻ ഒത്തനോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നല്ലോ. പിന്തുടർച്ച സർട്ടിഫിക്കറ്റോ? ആരുടെ പിന്തുടർച്ച സർട്ടിഫിക്കറ്റ്? അത് കൊള്ളാം. ദിവാരി ചേട്ടൻ ഒരു പിന്തുടർച്ച സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നോ അത് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തമനോട് വന്നിരുന്നല്ലോ. രണ്ടുപേരും കൂടി കുറെ നേരം സംസാരിക്കുകയും ചെയ്തിരുന്നു. സർട്ടിഫിക്കറ്റ് ഉടനെ ശരിയാക്കി തരാമെന്ന് മോഹനേട്ടൻ പറയുകയും ചെയ്തല്ലോ. വക്കീൽ എന്താ ആളെ കളിയാക്കണോ? ഞാൻ വന്നത് വക്കീലിനെ കാണാനാ. മോഹനകൃഷ്ണ സാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നും പറയാനില്ല. ഈ എന്താണ് വക്കീലേ? പറയുമ്പോ അങ്ങേര് മഹാമാന്യനാ. കൈക്കൂലി വാങ്ങാത്തവൻ, കള്ളു കുടിക്കാത്തവൻ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ആളൊരു പെണ്ണുപിടിയനാണെന്നോ വക്കീലിനറിയാമോ? എന്റെ ഭാര്യ അറിയാലോ, നളിനി. അവക്ക് വേറെ ഏതോ ഒരുത്തനുമായി അടുപ്പം ഉണ്ടായിരുന്നെന്ന് കുറെ നാളായി എനിക്കറിയാമായിരുന്നു. ഞാൻ കേൾക്കാതെ ഫോണിൽ സംസാരിക്കുക, ഞാൻ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് പോവുക, അങ്ങനെ പല പരിപാടികളുമുണ്ട്. ഇന്നലെ അവളുടെ പുറകെ ഞാൻ രഹസ്യമായി ചെന്നപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. അവൾക്ക് മോഹനകൃഷ്ണ സാറുമായിട്ടാ പ്രേമം. നശിച്ചു, എന്റെ കുടുംബം നശിച്ചു. രണ്ടിനെ ഇന്നലെ കൈയോടെ പിടികൂടി. അവിടെ വെച്ച് ഞാൻ പറഞ്ഞതാ മേലിൽ ഒരു ഇടപാടും പാടില്ലെന്നും. അതിന്റെ പേരിൽ ഇന്നലെ അവൾക്കിട്ട് 2 പൊട്ടിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു വിശേഷം ഉണ്ടായില്ല. ഇന്ന് രാവിലെ അവള് ഞാൻ കാണാതെ ഫോൺ വിളിച്ചു. ഈശ്വര, തീർന്നു. മോഹനകൃഷ്ണ സാറിനോട് എന്തൊക്കെയാ പറയുന്നത് കേട്ടു? അപ്പോ നളിനിയാണോ കുറച്ചു മുന്നേ ഫോൺ ചെയ്തത്? പിന്നല്ലാതെ. വക്കീലെ, ഈ പരിപാടി നടക്കില്ല. അങ്ങനെ എന്നെയും നാട്ടുകാരെയും പൊട്ടം കളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും കൊണ്ടു നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. രണ്ടിലൊന്നും അറിയാനാ ഞാൻ വന്നത്. അത് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. വക്കീലെ, അയാളെ വിളിക്ക്. രണ്ടിലൊന്നും അറിഞ്ഞാൽ മതിയല്ലോ. അതിന് മോഹനേട്ടനെ വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ പോലീസിനെ വിളിക്കാം. അവര് വരുമ്പോ രണ്ടിലൊന്നും അറിയാലോ. പോലീസോ? എന്തിന്? താൻ എന്താണോ മോഹനേട്ടനെ പറ്റി വിചാരിച്ചത്?
വഴി കാണുന്ന ഏതെങ്കിലും ഒക്കെ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണെന്നോ? എനിക്കറിയാം ആ മനുഷ്യനെ. നളിനിയായിട്ടെന്നല്ല, ഞാനല്ലാതെ ഒരു പെണ്ണുമായിട്ടും ഒരു ബന്ധം എന്റെ മോനോട് ഉണ്ടാവില്ല. പിന്നെ തന്റെ സംശയരോഗവും ഉപദ്രവം സഹിക്കാതെ വന്നപ്പോ നളിനി ചിലപ്പോ മോഹനേട്ടനോടൊന്ന് പരാതി പറഞ്ഞിട്ടുണ്ടാവും. ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് മോഹനേട്ടൻ അത് കേട്ടിട്ടും ഉണ്ടാവും. അതെ. ഒരാണും പെണ്ണും വഴി നിന്ന് സംസാരിച്ച പാടെ ഉടനെ അത് വഴിവിട്ട ബന്ധമാണെന്ന് തന്നോട് ആരാണോ പറഞ്ഞത്? അങ്ങനെ തന്നെ. ആരാ പറഞ്ഞ? ആ, ഇന്നലെ നള്ളിക്കിട്ടൊന്ന് പൊട്ടിച്ചു എന്ന് താൻ പറഞ്ഞില്ലേ? ആ ഒരൊറ്റ കാര്യം മതി താൻ ജാമ്യമില്ലാതെ അകത്ത് കിടക്കാൻ. ഞാൻ നള്ളിയെ വിളിച്ച ഒരു പരാതി വാങ്ങട്ടെ. ഓ. അതെ, നളിനിയോട് കളിക്കുന്ന പോലെ എന്റെ അടുത്ത വേഷം കെട്ട് ഇറക്കല്ലേ. സുപ്രീം കോടതി വരെ കേസ് ബാധിക്കുന്ന ഒരു വക്കീലാ ഞാൻ. നിങ്ങളെ പൊടി പോലും ബാക്കി കാണില്ല. എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? നീ എന്താണ് നിൽക്കുന്നേ? അഡ്വക്കേറ്റ് സത്യഭാമയുടെ അവന്റെ കളി. മോനേട്ടാ, ഇങ്ങ് പോരെ, ഞാൻ കണ്ടായിരുന്നു. കണ്ടായിരുന്ന? ഇങ്ങ് വാ. ഫോൺ വിളിച്ചത് ആരാണെന്നാ പറഞ്ഞത്? നളിനാക്ഷൻ അല്ലേ? വിഷയം അതിർത്തി തർക്കം. ഏതതിർത്തിയാ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാ? ഉത്തമനോട് വെള്ളം ചോദിച്ചപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായതാണ്. നിങ്ങൾ പറഞ്ഞത് മുഴുവനും ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു. ഈ ദിവാകരൻ എന്താ പറയാൻ അറിയാത്തോണ്ട് അയാൾ എന്ത് പറഞ്ഞാലും എന്താ മോഹനേട്ടാ? ഞാനത് വിശ്വസിക്കോ? ഈ നാട്ടുകാർ വിശ്വസിക്കോ? എന്റെ മോഹനേട്ടൻ എല്ലാവർക്കും ശരിക്കും അറിയാവുന്നതല്ലേ? ചെറുതായിട്ടൊന്ന് പേടിച്ചല്ലേ? നമുക്ക് ഒരു ചായ കൂടെ കുടിച്ചാലോ? ഇങ്ങനെ ഒരു ഭാര്യ ഉള്ളതാണ് വില്ലേജ് ഓഫീസറുടെ ഭാഗ്യം. ഭർത്താവിന്റെ കയ്യിലിരിപ്പ് നന്നായി അറിയാവുന്ന സത്യഭാമ അവസരോചിതമായി പെരുമാറിയതുകൊണ്ട് മോഹനകൃഷ്ണൻ ഒരിക്കൽ കൂടി രക്ഷപ്പെട്ടു. ഇത്തരം രക്ഷപ്പെടലുകളുടെ പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.